ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ചക്ക കിട്ടി. അത് വൃത്തിയാക്കി അരിഞ്ഞ് കുക്കറിലോട്ട് വെച്ചു. കുക്കറിലാകുമ്പോൾ എളുപ്പം ഒരു വിസിലടിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളത്തിൽ ഇതെല്ലാം കലക്കി ആദ്യമായിട്ട് കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചക്ക അരിഞ്ഞത് കുക്കറിൽ ഇടണം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ കലക്കി കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിക്കണം. ഞങ്ങൾ കൊല്ലക്കാരെല്ലാം ഇങ്ങനെയാണ് വെക്കുന്ന ചക്ക. ബാക്കിയുള്ളിടത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി കുക്കർ വെച്ച് ഒരു വിസിലടിച്ചാൽ മതി. ഒരു വിസിലടിച്ചിട്ട് പിന്നെ അരപ്പിട്ട് ഇളക്കിയെടുത്താൽ മതി. അത് പിന്നീട് കാണിക്കാം. ഇനി ചക്കയ്ക്ക് അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ ഒന്ന് ചതച്ചാൽ മതി. അതിനായിട്ട് കുറച്ച് കുരുമുളക്, ഇത്രയും വെളുത്തുള്ളി, പച്ചമുളക്. കാന്താരി ആയിരുന്നു നല്ലതായിരുന്നു, കാന്താരി ഇല്ല. അപ്പോൾ പച്ചമുളകിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ. കുറച്ച് ജീരകം, ഇതൊന്ന് ചതച്ചിട്ട് തേങ്ങയും കൂടി ഇട്ട് ചതയ്ക്കണം. ഇനി ഇതിലോട്ട് തേങ്ങ ഇടണം. ഇത്രയും തേങ്ങ വേണം, ചക്കയ്ക്ക് തേങ്ങ വേണം. ചക്ക വെന്ത് കാണും. ഈ തേങ്ങയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഇങ്ങനെ ചതച്ച് കൊണ്ടുവരണം. ചക്ക വെന്തോന്ന് നോക്കട്ടെ. ചക്ക വെന്തു. ഇനി അരച്ചതിടാം. കുറച്ച് കരിയാപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഒന്ന് ആവി കൊള്ളണം. ഈ അരപ്പൊന്ന് ചൂടാവണം. ചക്ക ഇളക്കുക. ചക്ക വെന്ത് ഇനി ഇളക്കുക. അരപ്പൊക്കെ ഇട്ട് ഇനി ഇളക്കുകയാണ്. ചക്ക ശരിക്ക് വിളഞ്ഞതല്ല, അതുകൊണ്ട് അത്ര ശരിയായില്ല. ചക്ക റെഡിയായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ഇടണം. ഓക്കെ, ബൈ.